ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത് ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൂടുന്നത് അരുൺ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ് കേട്ടോ. നമ്മുടെ ധനാമാളുടെ അടുത്തായിട്ട് വരും. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൂടാറുണ്ട് കേട്ടോ. മക്കളുടെ ലീവ് നോക്കിയിട്ടും അടുത്ത ദിവസം ലീവ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഡ്യൂട്ടി ഇല്ല എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ കൂടാറുള്ളത്. അങ്ങനെ ഇന്നും ഞങ്ങൾ ഇറങ്ങിയത് ഒരു 5-5:30 ആ ടൈമിലാണ്. കാരണം ഇപ്പം നാളെ ഡ്യൂട്ടി ഇല്ല, മക്കൾക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി കണ്ണപ്പനെയാണ് നിർത്തിയിരിക്കുന്നത്. അരുൺ താമസിക്കുന്നത് ധനാമാളിനടുത്തുള്ള ഒരു ഫ്ലാറ്റിലാണ് അരുൺ താമസിക്കുന്നത്. അപ്പം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പതുക്കെ ഫ്ലാറ്റിനകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഈ ഇതുപോലെ മക്കൾക്ക് അവധിയുള്ള സമയങ്ങളിൽ ഇതുപോലെ ശിശുവും അതുപോലെ ഓണവും ക്രിസ്മസും അല്ലെ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഒക്കേഷൻസ് വരുമ്പോൾ ഞങ്ങൾ എല്ലാവരുടെ സമയം ക്രമീകരിച്ച് ഒന്ന് കൂടാറുണ്ട്. മിക്കപ്പോഴും നമ്മൾ ഓഫുള്ള ദിവസത്തിന് തലേ ദിവസമായിരിക്കും ഞങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ കൂടാറ്. അന്നേരം മക്കൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും ഒക്കെ ഡ്യൂട്ടിക്കും പോകേണ്ട, സ്കൂളിലും പോകേണ്ടാത്തതുകൊണ്ടൊക്കെ നമുക്ക് കുറച്ച് ലേറ്റായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് ക്ഷീണമാണെങ്കിലും പിറ്റേ ദിവസം നമുക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പൊതുവേ ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങളുടെ കോറം തികഞ്ഞ് അജയനും ഫാമിലിയും വന്ന്. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മൾ എമ്പുരാനെ കുറിച്ച് അറിഞ്ഞ ആദ്യത്തെ ചർച്ച. അപ്പം ഞങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടതിനെക്കുറിച്ചും ഓരോരുത്തരുടെ അഭിപ്രായം കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തു. കൂടുതൽ ഇതുപോലുള്ള ഒത്തുചേരലുകൾ ഞങ്ങൾ തന്നെയാണ്. ഫുഡുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കലാണ് പതിവ്. നമ്മൾ എവിടെയാണോ കൂടുന്നത് അവിടെ തന്നെ ഫുഡ് ഉണ്ടാക്കാനാണ് മാക്സിമം ഞങ്ങൾ ചെയ്ത് ശ്രമിക്കാറ്. അല്ലെങ്കിൽ പല ഐറ്റങ്ങളായിട്ട് ഞങ്ങൾ വീടുകളിൽ നിന്നൊക്കെ വെച്ച് കൊണ്ടുവരും. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾ അവധിയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരു ചേഞ്ചിന് വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് അറേഞ്ച് ചെയ്തത്. ഹോട്ടലിൽ നിന്ന് നമ്മളൊരു 8-9 ഐറ്റംസ് ഒരുമിച്ച് ഞങ്ങൾ ഓർഡർ ചെയ്തു. അപ്പോൾ അവർ സാധനങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അവിടെ തന്നെ കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് വന്നതെല്ലാം കളക്ട് ചെയ്ത്, പിന്നെ ഇതുപോലെ ഫുഡ് ചൂടായിരിക്കാനുള്ള സെറ്റപ്പും എല്ലാവരും തന്നിട്ടുണ്ടായിരുന്നു, ബേൺ ചെയ്യുന്ന സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ മുകളിൽ എത്തിച്ചിട്ട് അതെല്ലാം പല പല പാത്രങ്ങളിലായിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതെല്ലാം ഒന്ന് ഓരോന്ന് ഐറ്റങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഫുള്ള് ഫുഡ് സെറ്റ് ചെയ്തു. നമ്മൾ ബൊഫയിൽ കാണുന്ന പോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടർ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മക്കൾക്കൊക്കെ തുടക്കത്തിൽ നിന്ന് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും കഴിക്കാമെന്നുള്ളൊരു കുറച്ച് സ്റ്റാർട്ടർ ഐറ്റവും പിന്നെ എല്ലാത്തിൻ്റെയും ചെറിയ ഒരു പ്ലേറ്റിനകത്ത് എല്ലാം ഫുഡെല്ലാം ഓക്കെ ആണെന്നൊക്കെ ടേസ്റ്റ് നോക്കാനായിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ തല മുക്കി കഴിഞ്ഞാൽ നിങ്ങൾ തണുപ്പില്ലാതിരിക്കും. അത് നല്ല തണുപ്പായിരിക്കും. അതുപോലെ അരുണിൻ്റെ വീടിൻ്റെ ഫ്ലാറ്റിൻ്റെ ടെറസിൽ നിന്ന മനോമയുടെ അതിമനോഹരമായ കാഴ്ചകൾ നമ്മളൊക്കെ നല്ലോണം കാണാൻ പറ്റും. നല്ല രസമാണ്. രാത്രിയിൽ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് നല്ല രസമാണ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത മെയിൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ മക്കൾ ഈ അരുണിൻ്റെ വീട്ടിലോട്ട് വരുന്നത് തന്നെ ഈ സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനുള്ള പരിപാടികളൊക്കെ ആയിട്ട്. അപ്പം മേളിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, നല്ല സ്വിമ്മിംഗ് പൂളാണ്. പലപ്പോഴും ഞങ്ങൾ ചെല്ലുമ്പോഴാണെങ്കിൽ നമുക്ക് മാത്രമായിട്ട് കിട്ടും. ഫ്ലാറ്റിലുള്ളവർ പൊതുവേ അങ്ങനെ വരാറ് കുറവാണ്. അവിടെ അവർ പല പല ടൈമിങ്ങിലാണ് വരുന്നത്. അപ്പം ഞങ്ങൾ എല്ലാവരും വന്നിട്ട് എപ്പോഴായാലും നമ്മൾ അരുണിൻ്റെ വീട്ടിൽ ഇങ്ങനെ കൂടുന്ന സമയത്ത് നമ്മൾ സ്വിമ്മിംഗ് പൂൾ മാക്സിമം എൻജോയ് ചെയ്യാറുണ്ട്. അപ്പം മക്കളെല്ലാം ആദ്യമേ ചാടി പരിപാടി തുടങ്ങി. അജയൻ ഒരു സ്വിമ്മിങ് ഇൻസ്ട്രക്ടർ കൂടിയാണ്. അജയൻ സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം അജയന് 3 മക്കളാണ്. പാർവതി, പൃഥ്വി, പ്രണവ്. അരുണിന് ഒരാൾ. വീട്ടിൽ അപ്പോസ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആസ് യൂഷ്വൽ മാധവ്.
അപ്പോൾ അതിൽ പാർവതി അവളെ ഞങ്ങൾ വീട്ടിൽ പാറക്കുട്ടാന്ന് വിളിക്കുന്നത്. അപ്പോൾ അവൾ ഡ്രസ് ചേഞ്ച് ഒക്കെ കൊണ്ടുവരാത്തത് കൊണ്ട് അവൾ ഇറങ്ങാൻ പറ്റില്ല. അവൾക്ക് അതിൻ്റെതായ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇറങ്ങണമെന്നിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു അവൾക്ക്. പിന്നെ പെണ്ണുങ്ങളും പൊതുവെ അവരാരും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മക്കൾ മാത്രമാണ് തുടക്കത്തിൽ കളിച്ച് തുടങ്ങിയത്. റെഡിയാണോ? റെഡി റെഡി. വെയിറ്റ് എല്ലാവരും ബ്രീത്ത് എടുത്തേ. റെഡി 1 2 3 ഗോ. 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36. വെരി ഗുഡ്. സ്വിമ്മിംഗ് പൂളിൽ അന്നേരം അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയാറേ ഇല്ല. അങ്ങനെ എത്ര നേരം വേണേലും. അതുപോലെ മക്കൾക്കാണെങ്കിൽ അവർ കയറാനേ മടിയാണ്. അപ്പം പൊതുവേ അവർ എത്ര പറഞ്ഞാലും നമ്മളൊരു 100 വിളിക്കുമ്പോഴാണ് അവർ കയറാൻ കൂട്ടാക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ നമ്മൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ പറയുന്ന പോലെ പൊതുവേ കൂടുതലും ഞങ്ങളുടെ അടുപ്പ് കൂട്ടി ചർച്ച നടക്കുന്നത് ഈ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലാണ്. അപ്പം ഞങ്ങൾ മക്കൾ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ പല കാര്യങ്ങളും ഇനി അടുത്ത ഏതെങ്കിലും ഒക്കേഷനിലൊക്കെ ഉള്ള അടുത്ത പ്ലാനിങ്ങും പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാറുണ്ട്. ഇനി എന്താ ചാടിക്കോ. അങ്ങനെ പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് കുളിച്ച് സെറ്റായിട്ട് പിന്നെ ഞങ്ങളുടെ പരിപാടി ഫുഡ് കഴിക്കലാണ്. ഞങ്ങൾ ഈ പ്രാവശ്യം ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. നോർമലി ഞങ്ങൾ വീട്ടിൽ വെച്ച് അങ്ങനെ ആണ് കൊണ്ടുപോകാറ്. ഇപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ എല്ലാവരും അവരവരുടെ രീതിയിൽ സെർവ് ചെയ്ത് കഴിക്കുകയാണ്. ഒരു ബഫറ്റ് എന്നുള്ള രീതിയിലാണ്, ഇഷ്ടപ്പെട്ട ആഹാരം എടുത്ത് കഴിക്കാം എന്നുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ എടുത്ത് മക്കളെല്ലാവരും ഈ പറയുന്ന പോലെ TV ഒക്കെ കണ്ടിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചു. ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ ചർച്ച തുടർന്നു. ഓരോ വിഷയം കാണുമല്ലോ. ഇപ്പം മന്ത്ലി വൺസ് ആയാലും കാണുമ്പോഴായാലും അപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളായാലും ഓരോ കാര്യങ്ങളും എന്തെങ്കിലും വിഷയത്തിന് കുറവൊന്നുമില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തിയാണ് ഞങ്ങൾ പതുക്കെയാണ് ഫുഡ് കഴിക്കുക. ഞങ്ങളിപ്പം അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ എടുത്താണ് പതുക്കെ സംസാരിച്ച് പിന്നെ അത് കഴിച്ചു തീരാൻ തന്നെ ഒരു സമയം എടുക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ അജയേട്ടൻ്റെ അമ്മയാണ് ഉള്ളത്. അതിനകത്ത് കാണുന്ന അജയേട്ടൻ്റെ അമ്മയാണ്. പിന്നെ അത് നടക്കണം. നിങ്ങൾ വയറിട്ട് കുറിച്ചൊന്നും ഒട്ടത്തില്ലത്. ഇതൊരു വയറൊട്ടിക്കാൻ നോക്കുക. എങ്ങനെ ഒട്ടിക്കാൻ? അത് അവിടുന്ന് പോയി ബോഡി മെയിൻറ്റെയിനിങ്. ഇനി നിങ്ങൾ വന്നാൽ കുറയ്ക്കാനായിട്ട് പുരുഷന്മാരുടെ സൗന്ദര്യം വയറാണ്. പക്ഷെ അത് ഇതുമാതിരി സെറ്റല്ലേ?
അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ താഴെ ഇറങ്ങി പോവാന്ന് പറഞ്ഞ് താഴെ ഇറങ്ങിയതാ. പക്ഷെ താഴെ ഇനിയൊരു ചർച്ചയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷം. എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വരുന്നിടം വരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ, ടേക്ക് കെയർ.